നമസ്കാരം. ഇന്ന് നമ്മൾ ന്യൂസിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിജയുമായിട്ട് തൃഷയും വിജയും തമ്മിലുള്ള ഒരു ഇത് അല്ലെ. സംഗീത എന്ന് പറയുന്ന വിജയുടെ ഭാര്യയുമായിട്ട് ഡൈവേഴ്സിന് കോടതിയിൽ അപ്ലൈ ചെയ്തേക്കുക. വെറും 4 ദിവസമായിട്ടുള്ളൂ. ഇപ്പൊ ഈ വാർത്ത നമുക്കൊന്ന് നോക്കാം. വിജയ് തൃഷയുമായിട്ട്, തൃഷ എന്ന് പറയുന്ന സിനിമാ നടിയുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ഇവരുടെ സ്നേഹബന്ധമാണ്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ സംഗീത സ്വർണ്ണലിംഗം എന്ന് പറയുന്ന നിലവിലുള്ള അദ്ദേഹത്തിന്റെ ഭാര്യയെ സ്വീകരിക്കുന്നത്. നമുക്ക് നോക്കാം സിനിമയിലെ ഈ അന്തധാരികൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്, നോക്കാം എന്താ വാർത്ത എന്ന്. വിജയും ഒരു നടിയുമായി ബന്ധപ്പെട്ടുള്ള ഗോസിപ്പ് കോളങ്ങളാണ് ഈ വിവാഹമോചന വാർത്തയ്ക്ക് പിന്നിലുള്ള ഏറ്റവും. ഇതൊരു AI ചിത്രമല്ല. വിജയുടെ ഭാര്യ സംഗീത ഡിവോഴ്സ് 4 ദിവസങ്ങൾ മാധ്യമങ്ങളിൽ പിന്നാലെ കൽപ്പാത്തി വിജയും തൃഷയും ഒരുമിച്ച് കാണപ്പെടുന്നു. എക്സ്ക്ലൂസീവ് ചിത്രങ്ങളാണ് ഇത്. ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തഞ്ചാവൂരിൽ വെച്ച് അതിൽ വളരെയധികം അപകടപ്പെട്ട് വളരെ വ്യക്തമായിട്ടുള്ള തെളിവാണ് മറ്റ് ചാനലുകൾക്ക് കിട്ടിയത്. നമ്മൾ സ്വന്തം ഉണ്ടാക്കിയൊന്നുമല്ല, മറ്റു ചാനലുകൾക്ക് കിട്ടിയതും അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരന്റെ ഒരു കല്യാണത്തിന് പങ്കെടുക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല, ആരും അങ്ങനെ തെറ്റിയിരിക്കേ വേണ്ട. ഇത് സത്യമായ ഒരു കാര്യമാണ്. അപ്പൊ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇവർ തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് ഇപ്പോൾ ഭാര്യ കണ്ടുപിടിച്ചു, അതാണ് ഒരു ഡൈവേഴ്സിലേക്ക് എത്തി. അവരുടെ ഫോൺ ചാറ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഡൈവേഴ്സിന്റെ പക്കലേക്ക് എത്തി. ഇനിയിപ്പം ഈ സംഗീത സ്വർണ്ണലിംഗം എന്ന് പറയുന്ന നിലവിലെ അദ്ദേഹത്തിന്റെ ഭാര്യ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തമ്മിലും പ്രണയ വിവാഹമായിരുന്നു. വിജയ് എന്ന് പറയുന്ന സിനിമാ നടനും ഈ പറഞ്ഞ സംഗീത എന്ന് പറഞ്ഞ പെൺകുട്ടിയും വളരെയധികം നാൾ പ്രണയിച്ച് വിവാഹം കഴിച്ചാണ്. കാരണം എന്ന് വെച്ചാൽ ഈ UK സെറ്റിലായിട്ടുള്ള, അതായത് UK എന്ന് പറയുന്ന രാജ്യത്തെ സെറ്റിലായിട്ടുള്ള സ്വർണ്ണലിംഗം എന്ന് പറയുന്ന വലിയൊരു ബിസിനസ്സുകാരൻ്റെ മകളാണ് സംഗീത എന്ന് പറയുന്ന ഈ പെൺകുട്ടി. ഈ പെൺകുട്ടി 74 കാലഘട്ടത്തിൽ ഈ ഇദ്ദേഹത്തിൻ്റെ സിനിമയും എല്ലാം കണ്ട് ആരാധന തോന്നി. അങ്ങനെ ഈ തമിഴ്നാട്ടിലേക്ക് വന്ന് വിജയുടെ അടുത്ത് വന്ന് വിജയുമായി സൗഹൃദത്തിലാവുകയും അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. ഇന്റർകാസ്റ്റ് മാരേജ് ആയിരുന്നു. അതായത് ക്രിസ്ത്യൻ രീതിയിലും ഹിന്ദു മത വിശ്വാസത്തിലുമുള്ള വിവാഹ രീതിയായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. ലണ്ടനിൽ വെച്ചായിരുന്നു ആദ്യം ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം തമിഴ്നാട്ടിലെ ഇതുപോലെ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് വന്ന് ഇവർ വിവാഹം കഴിച്ചു. അങ്ങനെയാണ് ഇവരുടെ, അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നതാണ് എത്രയാണ് ആ പെൺകുട്ടിയുടെ ആസ്തി. ഏകദേശം 400 കോടിയിലധികം ആസ്തിയുള്ള ഒരു പെൺകുട്ടിയാണ് ഈ സംഗീത എന്ന് പറഞ്ഞ പെൺകുട്ടി. അപ്പോൾ വളരെ റീസെന്റ് ആയിട്ടാണ് അത് ആ പെൺകുട്ടി കണ്ടുപിടിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഒരു അഭിഹിതം എന്ന് വേണമെങ്കിൽ പറയാം, ഇവർ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒത്തിരി നാളത്തെ സിനിമാ മേഖലയിൽ ഒത്തിരി ഗോസിപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ അതിന് തെളിവുകളില്ലാത്തതുകൊണ്ടൊക്കെ ഇവര് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇവർ തമ്മിലുള്ള വിഷയങ്ങൾ വളരെ വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ അവർ ഒരു തെളിവ് കൈയോടെ കിട്ടിയപ്പോൾ പെൺകുട്ടി പിടിക്കുകയും അങ്ങനെ ഇവര് ഡൈവേഴ്സിലേക്ക് എത്തുകയും ചെയ്തു. അതാണ് ഇപ്പോൾ TV യിൽ നമ്മൾ ഈ വാർത്ത കാണുകയും അവർ തമ്മിൽ തൃഷയും വിജയും കൂടെ ഒരുമിച്ച് ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന, ഒരേ ഡ്രസ് കോഡിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഈ കാലഘട്ടത്തിൽ സ്വന്തമായ ഒരു പാർട്ടി നിർമ്മിച്ച് ആ പാർട്ടിയുടെ വക്താവായി ഒരു മുഖ്യമന്ത്രി സ്ഥാനം, തമിഴ്നാട്ടിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സ്ഥാനത്തേക്കാണ് വിജയ് നോക്കുന്നത് തന്നെ. സിനിമ എന്നൊരു റിയാലിറ്റി ഇപ്പോഴും പുള്ളിയെ വിട്ടിട്ടില്ല. ഒരു എന്താ പറയുന്നത്, സിനിമാ നടൻ എന്ന ആ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ലോകത്ത് ഇപ്പോഴും പുള്ളി ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ അധികാരം എന്ന് പറയുന്നത് പുള്ളിക്ക് ഒരു ഹരം കയറിയ സിനിമാ ജീവിതം വരെ അദ്ദേഹം ഉപേക്ഷിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഇതിലേക്ക് വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു കോൺട്രവേഴ്സറി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാള് അല്ലെ, ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ആളൊക്കെ ആ നാടിന്റെ മുഖ്യമന്ത്രി ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇത് കണ്ടിട്ട് ആരും അതിനെ തെറി പറയാൻ വന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. എനിക്ക് പലപ്പോഴും ഈ അവരുടെ വിജയുടെ ഈ പരിപാടികളും റാലികളും ഒക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു സിനിമാറ്റിക് ലുക്കും സിനിമാറ്റിക് പരിപാടികളും വണക്കം ആളുകളെ കയ്യിലെടുക്കുന്ന ആളുകളുമാണെങ്കിൽ അവിടെയുള്ളവർ ആരാധന കൊണ്ട് ഇങ്ങനെ നോക്കുക, പുറകെ പോവുക, ആരാധന മൂത്ത് പുള്ളിയുടെ പുറകെ പോകുന്ന ആരാധിക്കുന്ന ഒരു പറ്റം ആളുകൾ അവിടെ. പക്ഷെ ഒന്നുമല്ല റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഈ വോട്ടായി മാറില്ല, ഈ ആരാധകരൊന്നും വോട്ടായി മാറൂല. അതൊന്നും പുള്ളിക്ക് മനസ്സിലാവും വഴിയെ പോകുന്ന വഴി. ഇത്രയും ഒരു സ്വഭാവ പ്രശ്നങ്ങളുള്ള ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾ മുഖ്യമന്ത്രിയായി വന്ന എന്തൊരവസ്ഥയല്ലേ, വല്ലാത്തൊരു അവസ്ഥയായിരിക്കും കാര്യങ്ങളൊക്കെ. ഇവർ തമ്മിൽ ഇപ്പം 4 ദിവസമായി ഡൈവേഴ്സിന് വേണ്ടി കോടതിയിൽ ഇവർ കയറിയിറങ്ങി നടക്കുന്നു. പെട്ടെന്നൊന്നും ഡൈവേഴ്സ് കിട്ടിയില്ലെങ്കിൽ പോലും ഇവർ തമ്മിൽ സെപ്പറേറ്റഡ് ആയി.
യൂട്യൂബിൽ സെപ്പറേറ്റഡ് ആയി മാത്രമല്ല തൃശ്ശയുമായിട്ടുള്ള ഒരു പൊതുപരിപാടിയിൽ ആദ്യമായിട്ട് ഇദ്ദേഹം പങ്കെടുത്ത്, വിജയ് എന്ന് പറഞ്ഞ സിനിമാ നടൻ പങ്കെടുത്താണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി അങ്ങോട്ടും സംഭവ ബഹുലമായ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. സ്വന്തം മകൻ പോലും സ്വന്തം ഫാദറെ അല്ലെങ്കിൽ വിജയിനെ അൺഫോളോ ചെയ്തെന്ന് പറയുമ്പോൾ എത്രമാത്രം വെറുപ്പ് ആ മക്കൾക്ക് ഉണ്ടാവും അല്ലെ. ആ മക്കളൊക്കെ ഇതിനൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നു പോകും അല്ലെ. എന്തൊരു നാണക്കേടല്ലേ. പിള്ളേരൊക്കെ ഒരുപാട് പ്രായമുള്ള പിള്ളേരൊക്കെയായി, 17, 18 വയസ്സൊക്കെ ഉള്ള വലിയ കുട്ടികൾ അവർക്കൊക്കെ സ്വന്തം മാതാപിതാക്കൾ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ വളരെ വലുതാണ്. അതുകൊണ്ടാണ് ഈ വിജയിനെ അൺഫോളോ ചെയ്തതൊക്കെ ചെയ്തത്. വരും ദിവസങ്ങളിൽ ഇതിന്റെ മറ്റു വാർത്തകളും എല്ലാ കാര്യങ്ങളും പുറത്തു വരും. എന്തായാലും അവർ തമ്മിൽ തെറ്റി. ഇനി വിജയും ഈ പറഞ്ഞ തൃശ്ശയും സിനിമാ നടി തൃശ്ശയുമായിട്ടുള്ള വിവാഹമായിരിക്കും നടക്കുക. പക്ഷെ അത് ഇനി വരും നാളുകളിൽ ഡൈവേഴ്സിന്റെ ഒക്കെ കാലതാമസമൊക്കെ കഴിഞ്ഞിട്ട് ഇവർ തമ്മിൽ ഒന്നിക്കുമായിരിക്കും. എന്നിരുന്നാലും ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിലേക്ക് അല്ലെങ്കിൽ സ്വന്തം പാർട്ടി രൂപീകരിച്ച് ഈ വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇദ്ദേഹം മത്സരിക്കുന്ന ഒരു സംശുദ്ധി അല്ലെ. ആളുകൾക്ക് വേണ്ട വ്യക്തിശുദ്ധി എന്ന് പറഞ്ഞൊരു സംശുദ്ധി, ഒരു വിശുദ്ധി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു സംഭവം അല്ലേ അത്. അങ്ങനെ ഒരു സംഭവം വിജയുടെ ഇതും കൊണ്ട്, ഈ ഒരു വാർത്ത കൊണ്ട് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ആരാധന മൂട്ടൊന്നും ആരും വോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു പുതിയൊരു പാർട്ടി ഉദയം ചെയ്ത് അതിൽ കയറി വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്ത് സിനിമയിലെ കോപ്രായങ്ങൾ കാട്ടിയാലും വളരെ ബുദ്ധിമുട്ടാണ് ഒന്ന് വിജയിച്ച് കയറി വരാം അല്ലെ. വിജയ് എന്ന് പറഞ്ഞ് വിജയ് ശ്രീലാളിതനായി വരണമെങ്കിൽ ഇച്ചിരി പാടുപെടും. മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.